ഒരിക്കലുമടങ്ങാത്ത വിപ്ലവത്തിന്റെ കനലുകൾ ഉള്ളിലൊളിപ്പിച്ച് 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിൽ ജാനകിനാഥ് ബോസിന്റെയും പ്രഭാവതി ദേവിയുടെയും മകനായി സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചു. ചെറുപ്പം മുതലേ അനീതിയോട് വിട്ടുവീഴ്ച ചെയ്യാത്ത പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വിവേകാനന്ദന്റെ തത്വചിന്തകൾ ആ ബാലന്റെ മനസ്സിൽ മാതൃഭൂമിയോടുള്ള തീവ്രമായ അനുരാഗം വളർത്തി. ബുദ്ധിശക്തിയിൽ അദ്ദേഹം മറ്റാരേക്കാളും മുന്നിലായിരുന്നു. തന്റെ പിതാവിന്റെ ആഗ്രഹപ്രകാരം ഇംഗ്ലണ്ടിൽ പോയി ICS പരീക്ഷയിൽ 4ാം റാങ്ക് കരസ്ഥമാക്കി അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാരന്റെ ഉപ്പും ചോറും കഴിച്ച് അവരെ സേവിക്കാൻ ആ വിപ്ലവകാരി തയ്യാറായില്ല. ഭാരതാംബയുടെ കൈകളിലെ ചങ്ങല പൊട്ടിക്കുക എന്നതാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ സുഭാഷ് എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് അടിമത്തത്തിന്റെ ഇരുട്ടിലേക്ക് വെളിച്ചമായി കടന്നുവന്നു. ഒരു ICS ഉദ്യോഗസ്ഥനാകാൻ ജനിച്ചവനല്ല താനെന്നും തന്റെ രാജ്യം അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരം കാണേണ്ടത് തന്റെ കടമയാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു. ഭാരതത്തിൽ തിരിച്ചെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തനമാരംഭിച്ചു. തുടക്കത്തിൽ ചിത്തരഞ്ജൻ ദാസിനെ പോലെയുള്ള നേതാക്കളുടെ കീഴിൽ പ്രവർത്തിച്ച അദ്ദേഹം വളരെ വേഗം യുവജനങ്ങളുടെ ആവേശമായി മാറി. എന്നാൽ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിലൂടെ മാത്രം ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ കഴിയില്ലെന്ന് ബോസ് വിശ്വസിച്ചു. ശത്രുവിനെ തകർക്കാൻ ആയുധമേന്തിയുള്ള പോരാട്ടം അനിവാര്യമാണെന്ന അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും തന്റെ വിപ്ലവകരമായ ആശയങ്ങൾ നടപ്പിലാക്കാൻ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചു. സ്വന്തം വഴി വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ച അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രൂപീകരിച്ചു. തന്റെ ഓരോ പ്രസംഗത്തിലൂടെയും അദ്ദേഹം ഭാരതത്തിലെ യുവാക്കളുടെ രക്തം തിളപ്പിച്ചു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഭയന്നു തുടങ്ങി. കാരണം അപേക്ഷിക്കുന്ന ഒരു നേതാവിനെയല്ല, മറിച്ച് അധികാരം പിടിച്ചെടുക്കാൻ നിൽക്കുന്ന ഒരു പോരാളിയെയായിരുന്നു അവർ സുഭാഷ് ചന്ദ്രബോസിൽ കണ്ടത്. പട്ടിണി കിടന്നോ പ്രാർത്ഥിച്ചോ അല്ല, മറിച്ച് പൊരുതി തന്നെ സ്വാതന്ത്ര്യം നേടണം എന്ന അദ്ദേഹത്തിന്റെ വീര്യം ഭാരതമൊട്ടാകെ പടർന്നു പിടിച്ചു. ബ്രിട്ടീഷുകാർ സുഭാഷ് ചന്ദ്രബോസിനെ തന്റെ വീട്ടിൽ നിന്ന് തടവിലാക്കി. വീട്ടിനു ചുറ്റും കനത്ത പോലീസ് കാവലേർപ്പെടുത്തി. എന്നാൽ ഒരു രാത്രിയിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒരു പത്താൻ വേഷധാരിയായി അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ശത്രുവിന്റെ മൂക്കിന്റെ താഴെക്കൂടെ അദ്ദേഹം നടത്തിയ ആ യാത്ര ചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ ഒന്നായിരുന്നു. കാബൂൾ വഴിയും റഷ്യ വഴിയും അദ്ദേഹം ജർമ്മനിയിലെത്തി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ലോകശക്തികളുടെ സഹായം തേടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കാൻ അദ്ദേഹം ബെർലിനിൽ നിന്ന് ആസാദ് ഹിന്ദ് റേഡിയോ വഴി ഭാരതീയരെ അഭിസംബോധന ചെയ്തു. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യൻ സൈനികരോട് തങ്ങളുടെ തോക്കുകൾ മാതൃരാജ്യത്തിന് നേരെ തിരിക്കരുതെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പിന്നീട് മാസങ്ങൾ നീണ്ട യാത്ര ചെയ്ത് അദ്ദേഹം ജപ്പാനിലെത്തി. അവിടെ വെച്ച് റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA നേതൃത്വം ഏറ്റെടുത്തു. സിംഗപ്പൂരിൽ വെച്ച് അദ്ദേഹം ആസാദ് ഹിന്ദ് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ബ്രിട്ടീഷ് ചാരസംഘടനകൾ പോലും പകച്ചുപോയി. സ്വന്തമായി നാണയവും ബാങ്കും കോടതിയും ഭരണഘടനയുമുള്ള ഒരു സമാന്തര ഗവൺമെന്റ് അദ്ദേഹം വിദേശത്ത് കെട്ടിപ്പടുത്തു. ബ്രിട്ടീഷ് കിരീടത്തിനെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ച ആ ധൈര്യം ലണ്ടനിലെ ഭരണാധികാരികളെ വിറപ്പിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിട്ടുപോന്ന ആയിരക്കണക്കിന് സൈനികരെയും സാധാരണക്കാരെയും ചേർത്ത് നേതാജി ഒരു വൻ ശക്തിയെ കെട്ടിപ്പടുത്തു. ചലോ ദില്ലി എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം വെറുമൊരു മുദ്രാവാക്യമായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിക്ക് നേരെയുള്ള പടപ്പുറപ്പാടായിരുന്നു. സ്ത്രീകളെ ഉൾപ്പെടുത്തി റാണി ലക്ഷ്മിഭായ് റെജിമെന്റ് എന്ന വനിതാ സൈന്യവും അദ്ദേഹം രൂപീകരിച്ചു. ഒരു സ്ത്രീക്ക് തന്റെ രാജ്യത്തിനു വേണ്ടി തോക്കെടുക്കാൻ കഴിയുമെങ്കിൽ ആ രാജ്യത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ബർമ്മയിലെ കാടുകളിലൂടെ അതിശക്തമായ മഴയെയും പട്ടിണിയെയും വകവെക്കാതെ നേതാജിയുടെ സൈന്യം ഇന്ത്യയുടെ മണ്ണിലേക്ക് ഇരച്ചുകയറി. മണിപ്പൂരിലെ ഇംഫാലിലും കൊഹിമയിലും ഇന്ത്യൻ നാഷണൽ ആർമി ബ്രിട്ടീഷ് സൈന്യവുമായി നേർക്കുനേർ പോരാടി. ഓരോ സൈനികനും ജയ് ഹിന്ദ് എന്ന് വിളിക്കുമ്പോൾ
ലണ്ടനിലെ പാർലമെന്റ് പോലും വിറച്ചു. ഭാരതത്തിന്റെ മണ്ണിൽ ആദ്യമായി തനതായ ഒരു ദേശീയ പതാക ഉയർത്താൻ അദ്ദേഹത്തിന്റെ സൈന്യത്തിന് സാധിച്ചു. തന്റെ സൈനികർക്കൊപ്പം സാധാരണ ഭക്ഷണം കഴിച്ചും അവരോടൊപ്പം മണ്ണിൽ കിടന്നുറങ്ങിയും നേതാജി ഒരു യഥാർത്ഥ പോരാളിയായി മാറി. ബ്രിട്ടീഷുകാർക്ക് അത് കേവലം ഒരു കലാപമായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ അന്ത്യം അടുത്തെത്തിയെന്ന് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായിരുന്നു. ഒരു രാജ്യത്തിന്റെ മുഴുവൻ സ്വാതന്ത്ര്യം ചുമലിലേറ്റിയ ആ മനുഷ്യൻ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ വേദനകൾ വിവരണാതീതമാണ്. ബ്രിട്ടീഷ് തടവറകളിൽ അദ്ദേഹം അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിപ്പിച്ചു. പലതവണ ജയിലിലായപ്പോഴും കടുത്ത രോഗബാധിതനായപ്പോഴും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിഞ്ചുപോലും മാറാൻ അദ്ദേഹം തയ്യാറായില്ല. വിദേശ രാജ്യങ്ങളിൽ സഹായത്തിനായി അലയുമ്പോൾ ആരുമറിയാതെ പട്ടിണി കിടന്ന ദിവസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സ്വന്തം കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും പിരിഞ്ഞ് നാടുകടത്തപ്പെട്ടവനായി അന്യദേശങ്ങളിൽ കഴിയേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ വലിയൊരു വേദനയായിരുന്നു. യുദ്ധക്കളത്തിൽ തന്റെ സൈനികർ ഭക്ഷണവും മരുന്നുമില്ലാതെ മരിച്ചു വീഴുന്നത് കാണേണ്ടി വന്നത് നേതാജിയെ വല്ലാതെ തളർത്തി. അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയും ജപ്പാന്റെ സഹായം കുറയുകയും ചെയ്തപ്പോൾ തന്റെ സ്വപ്നങ്ങൾ തകരുന്നത് കണ്ട് അദ്ദേഹം നീറി. തന്നെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച ആയിരക്കണക്കിന് യുവാക്കളുടെ ജീവൻ അപകടത്തിലാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. എങ്കിലും തന്റെ കണ്ണുനീർ പുറത്തു കാണിക്കാതെ തകർന്നു വീണ സൈനികർക്ക് ആവേശം നൽകാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശാരീരികമായ തളർച്ചയേക്കാൾ തന്റെ മാതൃഭൂമി ഇന്നും അടിമത്തത്തിൽ തുടരുന്നു എന്ന ചിന്തയായിരുന്നു ആ മഹാമനുഷ്യൻ അനുഭവിച്ച ഏറ്റവും വലിയ നോവ്. നേതാജിയുടെ തിരോധാനം ഇന്നും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രഹസ്യമായി തുടരുന്നു. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലെ തായ് ഹോക്കു വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ അദ്ദേഹം മരിച്ചുവെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. വിമാനം തകർന്നു വീണപ്പോൾ മാരകമായി പൊള്ളലേൽക്കുകയും ജപ്പാൻകാരുടെ മിലിട്ടറി ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അവസാന ശ്വാസം വലിക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ വാർത്ത വിശ്വസിക്കാൻ ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ മൃതദേഹം ആരും കണ്ടിട്ടില്ല എന്നതും ആ വാർത്ത വന്ന സമയത്തെ സാഹചര്യങ്ങളും ഒരുപാട് സംശയങ്ങൾക്ക് വഴിമരുന്നിട്ടു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ ശ്രമിച്ചിരുന്ന ആ കാലത്ത് ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് അദ്ദേഹം എങ്ങോട്ടോ മറഞ്ഞതാണെന്ന് പലരും വിശ്വസിച്ചു. സോവിയറ്റ് യൂണിയനിൽ അദ്ദേഹം തടവിലാക്കപ്പെട്ടുവെന്നും അതല്ല അദ്ദേഹം സന്യാസി വേഷത്തിൽ ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ ഗുംനാമി ബാബയായി ജീവിച്ചിരുന്നുവെന്നുമുള്ള കഥകൾ ഇന്നും സജീവമാണ്. ഷാനവാസ് കമ്മീഷൻ, ഖോസ്ല കമ്മീഷൻ, മുഖർജി കമ്മീഷൻ എന്നിങ്ങനെ പല അന്വേഷണങ്ങൾ നടന്നുവെങ്കിലും നേതാജിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസ് മരിച്ചുവെന്ന് ലോകം വിശ്വസിച്ചപ്പോഴും അദ്ദേഹം കൊളുത്തിയ വിപ്ലവത്തിന്റെ അഗ്നി ഭാരതമൊട്ടാകെ പടരുകയായിരുന്നു. യുദ്ധത്തിന് ശേഷം INA സൈനികരെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്യാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. എന്നാൽ ഇത് ഇന്ത്യൻ സൈനികരുടെ ഇടയിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായി. ബ്രിട്ടീഷ് റോയൽ നേവിയിലെ ഇന്ത്യൻ നാവികർ കലാപം ആരംഭിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാജി പഠിപ്പിച്ച ജയ് ഹിന്ദ് എന്ന മന്ത്രം മുഴക്കി അവർ തെരുവിലിറങ്ങി. തന്റെ സൈന്യത്തിലെ ഭാരതീയരെ ഇനി വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. ഇന്ത്യ വിട്ടുപോവുകയല്ലാതെ മറ്റൊരു വഴിയും തങ്ങളുടെ മുന്നിലില്ലെന്ന് ബ്രിട്ടീഷ് അധികാരികൾ തിരിച്ചറിഞ്ഞത് നേതാജിയുടെ ഈ അവസാന പ്രഹരത്തിലൂടെയാണ്. അദ്ദേഹം നേരിട്ട് യുദ്ധം ജയിച്ചില്ലായിരിക്കാം, പക്ഷേ ബ്രിട്ടീഷുകാരുടെ നെഞ്ചിൽ അദ്ദേഹം വിതച്ച ഭയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേഗത കൂട്ടി. ഭാരതം സ്വതന്ത്രമായപ്പോൾ ആ ചെങ്കോട്ടയിൽ ഉയർന്നത് നേതാജി സ്വപ്നം കണ്ട ആ വിജയക്കൊടിയായിരുന്നു. മൃതദേഹം ലഭിച്ചില്ലെങ്കിലും ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ അദ്ദേഹം അമരനായി ഇന്നും ജീവിക്കുന്നു. നേതാജി എന്നത് വെറുമൊരു പേരല്ല, മറിച്ച് തോൽക്കാൻ തയ്യാറല്ലാത്ത ഓരോ ഭാരതീയന്റെയും വീര്യമാണ്. അദ്ദേഹത്തിന്റെ ഗർജനം ഇന്നും ഇന്ത്യയുടെ കാറ്റിലുണ്ട്. ജയ് ഹിന്ദ്.